നിളയുടെ തീരത്ത് സന്ധ്യ മയങ്ങുന്ന നേരം നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളതെന്ന് തോന്നിപ്പിക്കുന്ന ഒരു കാഴ്ച. പക്ഷേ ഈ ആരതിക്ക് പിന്നിൽ ഒരു പുതിയ കഥയുണ്ട്, ഒരു നദിയുടെ അതിജീവനത്തിന്റെ കഥ. എന്താണ് ഈ നിള ആരതിയുടെ രഹസ്യം? ശരി, നമുക്ക് കണ്ടെത്താം. ദാ ഈ ദൃശ്യം ഒന്ന് നോക്കൂ. സന്ധ്യ മയങ്ങുമ്പോൾ എണ്ണവിളക്കുകളുടെ ആ ഒരു പ്രകാശവും മന്ത്രധ്വനികളുമൊക്കെയായി അന്തരീക്ഷം നിറയുകയാണ്. ഇത് നമ്മുടെ കേരളത്തിന്റെ ഹൃദയഭാഗത്ത് ഭാരതപ്പുഴയുടെ തീരത്ത് നടക്കുന്ന ഒരു പുതിയ കാഴ്ചയാണ്. ഒറ്റനോട്ടത്തിൽ കണ്ടാൽ തോന്നും ഇത് നൂറ്റാണ്ടുകളായി ഇവിടെയുള്ള ഒരു ചടങ്ങാണെന്നല്ലേ. പക്ഷേ സത്യത്തിൽ ചരിത്രത്തിൽ ആദ്യമായാണ് ഇവിടെ ഇങ്ങനെയൊന്ന് സംഭവിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരും, അല്ലേ? കേരളത്തിന്റെ സംസ്കാരവുമായി ഇത്രയധികം ബന്ധമുള്ള ഒരു നദിയുടെ തീരത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ആരതി ആദ്യമായിട്ട് നടക്കുന്നത്? ആ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം ഈ നദിയെ, നമ്മുടെ നിളയെ ഒന്ന് ശരിക്ക് പരിചയപ്പെടണം. അതെ, നമ്മുടെ ഈ കഥയിലെ പ്രധാന കഥാപാത്രം ഒരു നദിയാണ്, ഭാരതപ്പുഴ. ഇത് വെറുമൊരു പുഴയല്ല, കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടം തന്നെ വരച്ച ഒരു മഹാനദിയാണ്. ഇപ്പോൾ നീളം നോക്കുകയാണെങ്കിൽ പെരിയാർ കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പുഴയാണത്. തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്ന് ഉത്ഭവിച്ച് ഏകദേശം 209 കിലോമീറ്റർ പടിഞ്ഞാറോട്ടൊഴുകി അവസാനം പൊന്നാനിയിൽ വെച്ച് അറബിക്കടലിൽ ചേരുന്നു. പക്ഷെ നമ്മൾ മലയാളികൾക്ക് ഇത് ഭാരതപ്പുഴ എന്നതിനേക്കാൾ ഉപരി നിളയാണ്, നീലനദി എന്നാണതിൻ്റെ അർത്ഥം. ഇതൊരു പേരല്ല, സത്യം പറഞ്ഞാൽ അതൊരു വികാരമാണ്. തലമുറകളായി നമ്മൾ നെഞ്ചിലേറ്റിയ ഒരു വൈകാരിക ബന്ധത്തിന്റെ അടയാളം. നിളയുടെ പ്രാധാന്യം എത്രത്തോളമുണ്ടെന്ന് ചോദിച്ചാൽ ഈയൊരു വാക്യം കേട്ടാൽ മതി. നിളയെപ്പറ്റി പറയാതെ കേരളത്തിന്റെ സാംസ്കാരിക ഐഡന്റിറ്റി പൂർണ്ണമാവില്ല. അത്രയ്ക്കുണ്ട്. സാഹിത്യത്തിലായാലും സിനിമയിലായാലും കലയിലായാലും എവിടെ നോക്കിയാലും നിളയുണ്ടാകും. എന്തുകൊണ്ടാണ് നിളയ്ക്ക് ഇത്രയേറെ പ്രാധാന്യം, അല്ലേ? കാരണം മലയാള സാഹിത്യത്തിലെ എത്രയോ മഹാരഥന്മാര് ജനിച്ചതും വളർന്നതും ഈ തീരങ്ങളിലാണ്. പിന്നെ ചരിത്രപ്രസിദ്ധമായ മാമാങ്കം, അതിന് സാക്ഷ്യം വഹിച്ചത് ഈ മണൽത്തരികളാണ്. അതുപോലെ നമ്മുടെ പിതൃക്കൾക്ക് ബലിയിടാൻ കാശിക്ക് തുല്യമായിട്ട് മലയാളികൾ കാണുന്ന പുണ്യസ്ഥലമാണ് തിരുനാവായ. അപ്പോൾ ഇത് വെറുമൊരു നദിയല്ല, കേരളത്തിന്റെ ജീവനാടി തന്നെയാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. കേരളത്തിന്റെ ആ ജീവനാടിയുടെ താളം അതിന്ന് പതിയെ നിലയ്ക്കുകയാണ്. നിലയുടെ പ്രതാപകാലത്ത് നിന്ന് അതിന്റെ ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അതെ, ഇത് വെറുതെ പറയുന്നതല്ല. ഒരു കാലത്ത് പ്രൗഢിയോടെ നിറഞ്ഞൊഴുകിയിരുന്ന നമ്മുടെ നിള ഇന്ന് അക്ഷരാർത്ഥത്തിൽ മരണത്തോട് മല്ലിടുകയാണ്. അപ്പോ എന്താണ് ഈ അവസ്ഥയ്ക്ക് പ്രധാന കാരണം? ഒരുപാട് കാരണങ്ങളുണ്ട്, പക്ഷെ അതിലേറ്റവും പ്രധാനം മണൽ മാഫിയാണ്. അവരുടെ ആ ഒരു അനിയന്ത്രിതമായ ഖനനമുണ്ടല്ലോ, അത് നിളയുടെ അടിത്തട്ട് തന്നെ തകർത്തു. ഒരു കാലത്ത് കരകവിഞ്ഞൊഴുകിയിരുന്ന പുഴയെ ഒരു നീർച്ചാലാക്കി മാറ്റിയെന്ന് തന്നെ പറയാം. മണൽ ഖനനം മാത്രമല്ല കേട്ടോ, വ്യാപകമായി മാലിന്യം തള്ളുന്നത്, പിന്നെ വേനൽക്കാലമാകുമ്പോൾ വെള്ളം പൂർണ്ണമായും വറ്റിവരളുന്നത്, ഇതെല്ലാം ചേർന്ന് നിളയെ ശ്വാസം മുട്ടിക്കുകയാണ്. ശരി, ഈയൊരു സാഹചര്യത്തിലാണ് നമ്മൾ നമ്മുടെ കഥയുടെ തുടക്കത്തിലേക്ക്, ആ ആരതിയിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നദിയുടെ തീരത്ത് ഒരു പുതിയ ആരതി തുടങ്ങുന്നതുകൊണ്ട് എന്ത് കാര്യമാണുള്ളത്? ആ ചോദ്യത്തിനുള്ള ഉത്തരം കിടക്കുന്നത് അങ്ങ് ദൂരെ കാശിയിലാണ്. നിലയിൽ ഇപ്പോൾ നടക്കുന്ന ഈ ആരതിയുടെ മാതൃക ലോകപ്രശസ്തമായ ഗംഗാ ആരതിയാണ്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, അല്ലേ? വാരണാസിയിൽ, അതായത് കാശിയിൽ ഗംഗയുടെ തീരത്ത് നടക്കുന്ന ആ ഗംഭീരമായ ചടങ്ങ്. അതിലും വലിയൊരു കൗതുകം എന്താണെന്ന് വെച്ചാൽ കാശിയിൽ ഗംഗാ ആരതി നടത്തുന്ന അതേ പുരോഹിതന്മാർ തന്നെയാണ് ഇവിടെ നിളയുടെ തീരത്തും ഈ ആരതി നടത്താനെത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ആരതിയിലെ പ്രധാന ചടങ്ങുകൾ? ആദ്യം സുഗന്ധദ്രവ്യങ്ങൾ അർപ്പിക്കും. അതിനുശേഷം ഈ കാണുന്ന പോലെ പല തട്ടുകളിലുള്ള വലിയ വിളക്കുകൾ കത്തിച്ച് മന്ത്രങ്ങൾ ചൊല്ലി ഒഴിയും. പിന്നെ കർപ്പൂരവും പൂക്കളും അർപ്പിക്കും. അവസാനം ശംഖ് മുഴങ്ങുന്നതോടെയാണ് ചടങ്ങുകൾക്ക് സമാപനമാകുന്നത്. ഇത് കാണാനും കേൾക്കാനും ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. അപ്പോൾ ശരി, ഇതെല്ലാം കൊള്ളാം. പക്ഷേ ഇതൊരു സാധാരണ പൂജയോ അല്ലെങ്കിൽ ഒരു ആഘോഷവും മാത്രമാണോ? അതോ ഇതിനു പിന്നിൽ അതിലും വലിയ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? ഈ നിള ആരതി കേരളത്തിന്റെ കുംഭമേള എന്നറിയപ്പെടുന്ന മഹാമാഘ മഹോത്സവത്തിന്റെ ഒരു പ്രധാന ഭാഗമായാണ് നടക്കുന്നത്. മോഹൻജി ഫൗണ്ടേഷൻ പോലുള്ള സംഘടനകളാണ് ഇതിന്റെ പിന്നിൽ. എന്നാൽ ഈ ആരതിയുടെ യഥാർത്ഥ ലക്ഷ്യമെന്താണ്? ഫെസ്റ്റിവൽ കോർഡിനേറ്റർ കെ കേശവദാസിന്റെ വാക്കുകളിൽ അതിന്റെ ഉത്തരമുണ്ട്. നദിയെ ആരാധിക്കുന്നതിലൂടെ അതിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഒരു ആത്മീയമായ കടമ കൂടിയാണ് എന്നൊരു ബോധം ആളുകളിൽ ഉണ്ടാക്കിയെടുക്കുക. അതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. വേറെ രീതിയിൽ പറഞ്ഞ ഈ നിള ആരാധിയിലൂടെ നദി തന്നെ ഒരു ആരാധനാമൂർത്തിയായി മാറുകയാണ്. ഇതൊരു ചടങ്ങ് മാത്രമല്ല, നിളയെ രക്ഷിക്കാനുള്ളൊരു പ്രാർത്ഥനയാണ്, ഒരു ഓർമ്മപ്പെടുത്തലാണ്. അപ്പോൾ നമ്മൾ തുടങ്ങിയ ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചുവരാം.
ഇങ്ങനൊരു പുതിയ ആചാരത്തിന് ഒരു പുരാതന നദിയെ മരണത്തിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ? വിശ്വാസവും പ്രവൃത്തിയും ഒരുമിച്ച് ചേർന്നാൽ ഒരുപക്ഷെ സാധിച്ചേക്കാം. എന്തായാലും അതിൻ്റെ ഉത്തരം കാലം തന്നെ നമുക്ക് കാട്ടിത്തരും.